സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ വീഡിയോ ഇടാൻ കാരണം അടുത്ത സമയത്ത് KM ഷാജി, മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി KM ഷാജിയുടെ പ്രസ്താവനയാണ്. അതായത് അതിനെ ഏറ്റുപിടിച്ച് കുറേ മാധ്യമങ്ങളും കുറേ ചാനൽ പ്രവർത്തകരും കുറേ രാഷ്ട്രീയക്കാരും ഒക്കെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, KM ഷാജി നല്ല വ്യക്തിയാണ്, നല്ല നേതാവാണ്. പക്ഷേ വികാരം കൊണ്ട് വീർപ്പ് മുട്ടി പൊട്ടിത്തെറിക്കരുത്. മിതത്വം പാലിക്കണം. വാക്കുകളിൽ സംയമനം വേണം. നിങ്ങൾക്ക് വികാരങ്ങളെ നമ്മൾ അടക്കി നിർത്തണം. എങ്ങനെ നല്ല രാഷ്ട്രീയക്കാരനാവാൻ നോക്കണം. നിങ്ങൾ നമുക്ക് നോക്കാം, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സമദാനി സാഹിബ്, KM മുനീർ സാഹിബ്, ഇവരുടെയൊക്കെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരുടെയൊക്കെ വാക്കുകളിൽ ഉള്ള ആ മിതത്വം, അവരുടെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണമോ രാഷ്ട്രീയക്കാരൻ സംസാരിക്കാനുള്ളത്. അപ്പോൾ KM ഷാജിക്ക് നേതാക്കന്മാർ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്ത് ഈ വികാര പ്രകടനങ്ങൾ ഒഴിവാക്കണം. കാരണം അത് ഒരുപാട് ദോഷം ചെയ്യും. മുസ്ലിം ലീഗിനായിരുന്നാലും ശരി, UDF-നായിരുന്നാലും ശരി. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ വികാരം അങ്ങനെ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കാൻ പാടില്ല. ആ വികാരങ്ങളെയൊക്കെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടാവുമ്പോഴേ ഒരു മികച്ച രാഷ്ട്രീയക്കാരനാവും. അതായത് തന്മയത്തോടു കൂടി നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കണം. പൊട്ടിത്തെറിക്കരുത് മൈക്കിൻ്റെ മുമ്പ് നിന്ന്. KM ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൈക്കിൻ്റെ പോലും ആവശ്യമില്ല, അങ്ങനെ സംസാരിക്കും. പക്ഷെ അതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതല്ല രാഷ്ട്രീയത്തിൽ നമുക്ക് ആർക്കും സ്ഥിരമായ ശത്രുക്കളില്ല. രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മൾ കേരള രാഷ്ട്രീയമായിരുന്നാലും ശരി, ഇന്ത്യൻ രാഷ്ട്രീയമായിരുന്നാലും ശരി, എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും, ആരും സ്ഥിരമായ ശത്രുക്കളല്ല. അപ്പം നമ്മൾ പറയുന്ന ഓരോ വാക്കും അത് അളന്നു മുറിച്ചേ പറയാൻ പാടുള്ളൂ. അപ്പോൾ രാഷ്ട്രീയക്കാരൻ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. അതേസമയം രാഷ്ട്രീയമില്ലാത്തവന് എന്തും പറയാം. അതുപോലെ നിങ്ങൾ ആരും യാതൊരു കാരണവശാലും KM ഷാജി പറയാൻ പാടില്ലാത്തതാണ് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ മുസ്ലിങ്ങൾ അങ്ങനെ ആയിപ്പോ, അങ്ങനെ പറയാനേ പാടില്ല. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ന്യൂനപക്ഷ പിന്നോക്ക ദളിത് സമുദായങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള സംസാരം പാടില്ല. അത് നമുക്ക് യാതൊരു കാരണവശാലും പാടില്ല. കാരണം ഈ KM ഷാജി തന്നെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും സമദാനിയും KM മുനീറും ഒക്കെ സംസാരിക്കുന്നത് അത് ഒന്നുമല്ലെങ്കിൽ അവരുടെ വീഡിയോ ഇട്ട് കേൾക്കണം. കേട്ടിട്ട് അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ആകണം, കുറച്ച് മിതത്വം പാലിക്കണം. ആ